രാവിലത്തെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഉച്ചക്കത്തേക്ക് കറിക്കുള്ളത് നോക്കണം കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് രസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക്, വെളുത്തുള്ളി, ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകവും കുരുമുളകും കൂടെ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കണേ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, വെളുത്തുള്ളിയും ചെറിയ ജീരകവും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട്. തക്കാളി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അരിയാം കേട്ടോ. ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ വഴന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ പൊടിയുടെ ഒന്ന് പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്ക് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വാളംപുളിയുടെ വെള്ളമാണ് ചേർത്തേക്കുന്നത്. അതൊന്ന് ചേർത്തൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് പാകത്തിന് ഉപ്പും ഇട്ട് അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് ഒന്ന് ചൂടാക്കിയിടുക. തിളയ്ക്കണ്ട കേട്ടോ. ഒന്ന് ചാറൊന്ന് ചൂടായാൽ മതി. ചൂടായി വന്ന് അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് ചോറിന് നമ്മുടെ രസവും പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ.